ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്താനുള്ള അവസരം RCB നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ലക്നൗ ഏകന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 42 റൺസുകൾക്കാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തിയത്. ഈ പരാജയം RCBയുടെ നെറ്റ് റൺ റേറ്റിനെയും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പ് 2 ഫിനിഷ് എന്ന് പറയുന്നത് RCBയുടെ കയ്യിൽ തന്നെ ആയിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസ് പരാജയപ്പെട്ടതോടുകൂടി ഈ രണ്ട് മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ടോപ്പ് 2 സ്പോട്ട്, അതായത് ക്വാളിഫയർ 1 എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് ആയിരുന്നു. എന്നാൽ ആ ഒരു അനുകൂലമായിട്ടുള്ള അവസരം മുതലാക്കാൻ RCBക്ക് കഴിഞ്ഞില്ല. അതോടെ ടോപ്പ് 2 ഫിനിഷ് സാധ്യമാവണമെങ്കിൽ ബാക്കിയുള്ള 1-2 റിസൾട്ട് കൂടി തങ്ങളുടെ വഴിക്ക് വരണം എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് RCBക്ക് ഇനിയൊരു ടോപ്പ് 2 സ്പോട്ടിൽ ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് നടക്കുന്ന അടുത്ത മത്സരത്തിൽ തോൽക്കണം, അല്ലെങ്കിൽ പഞ്ചാബ് കിങ്സ് ഇനിയുള്ള 2 മത്സരങ്ങളും തോൽക്കണം. ഇനി അതിൽ പഞ്ചാബ് കിങ്സ് ഒരു മത്സരം വിജയിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവസാന മത്സരം, അതായത് ലീഗിലെ തന്നെ അവസാന മത്സരം RCB LSG ആണ്. ആ മത്സരത്തിൽ ആ ഒരു നെറ്റ് റൺ റേറ്റിനെ, അതായത് നമ്മുടെ പഞ്ചാബ് കിങ്സിന്റെ നെറ്റ് റൺ റേറ്റിനെ ക്വിപ്പ് ചെയ്യുന്ന തരത്തിൽ, അതിനെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു വിജയം വേണം RCBക്ക് അവസാന മത്സരത്തിൽ സ്വന്തമാക്കാൻ. ഇവിടെ RCBയുടെ കയ്യിലുള്ള വളരെ നേരത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലീഗിലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ അവസാന മത്സരം RCBയുടേതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പ് 2 ഫിനിഷിലേക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന്, അതായത് ബാക്കി റിസൾട്ട് ഫേവർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണമെന്ന് RCBക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ക്വാളിഫൈ ചെയ്യാനായിട്ട് RCB CSK മത്സരത്തിൽ എന്താണ് വേണ്ടതെന്ന് വ്യക്തമായൊരു ബോധം RCBക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അവർ കളിക്കുകയും ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. ഇത്തവണ ക്വാളിഫിക്കേഷന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ആ ഒരു ടോപ്പ് 2 സ്പോട്ടിലേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അത് മാത്രമാണ് RCBയുടെ മുന്നിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി മത്സരത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ഏറ്റവും കൂടുതൽ വറി ചെയ്യിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ടിം ഡേവിഡിന്റെ പരിക്കാണ്. അതൊരു ഹാംസ്ട്രിങ് ഇഞ്ചുറി ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ സാധാരണയായിട്ട് ഈ ഹാംസ്ട്രിങ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് റിക്കവർ ആവാൻ ടൈം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിലെ ടിം ഡേവിഡിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഒരു സംശയത്തിന് നിഴലിലാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോഴേ അറിയാൻ സാധിക്കൂ. എങ്കിലും ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ട് എന്ന് തന്നെ പറയാം. ഇനി മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ RCBയെ നയിച്ചത് ജിതേഷ് ശർമ്മയാണ്. ഇപ്പോൾ രജിത് പട്ടിദാറിന്റെ പരിക്ക് ഭേദമായെങ്കിലും ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് രജിത് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിതേഷ് ശർമ്മ ആദ്യമായിട്ട് RCBയെ നയിച്ചു. ടോസിന്റെ ഭാഗ്യവും RCBക്ക് ഒപ്പം തന്നെയായിരുന്നു. ടോസ് നേടി RCB ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇനി ഒരു പിച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബാറ്റിംഗ് ബ്യൂട്ടി ആയിരുന്നു. സാധാരണയായിട്ട് നമ്മൾ ഏകന സ്റ്റേഡിയത്തിൽ കാണുന്ന ഒരു പിച്ച് ആയിരുന്നില്ല ഇന്നലത്തെ മത്സരത്തിലേത്. ബാറ്റിങ്ങിനെ എക്യുപ്പ് ചെയ്ത ഒരു സർഫസ് ആയിരുന്നു. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇന്നിംഗ്സിന് ശേഷം നമ്മുടെ അഭിഷേക് ശർമ്മ പറഞ്ഞത് അത് തന്നെയാണ്. അതായത് ഫസ്റ്റ് ഓവർ ബാറ്റ് ചെയ്തപ്പോൾ തങ്ങൾക്ക് ഈ സീസണിൽ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് പിച്ച് ഇതാണെന്നാണ് അഭിഷേകിന് തോന്നിയത്. അപ്പോൾ അത്രയും നല്ലൊരു ബാറ്റിംഗ് പിച്ച് ആയിരുന്നു. സാധാരണയായിട്ട് ഈ ഒരു സ്റ്റേഡിയത്തിൽ 200 പോലും കടക്കുന്നതല്ല. എന്നാൽ വളരെ നല്ലൊരു പിച്ചായിരുന്നു. അത് SRH വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. ഫേസസ് നോക്കിയാൽ പവർ പ്ലേയിൽ തന്നെ അവർ നേടിയത് 71 റൺസാണ്. 2 വിക്കറ്റ് അവർക്ക് നഷ്ടമാവുകയും ചെയ്തു. അതായത് റെഗുലർ ഇന്റർവെൽസിൽ RCBയുടെ ബോളർമാർ വിക്കറ്റുകൾ നേടി. എങ്കിലും ആ ഒരു സ്കോറിംഗ് റേറ്റ് താഴോട്ട് പോലെ കൊണ്ടുപോകാൻ അവർക്കായി. അവിടെ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ഇഷാൻ കിഷനാണ്. നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോൾ ഓപ്പണേഴ്സിനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അഭിഷേക് ശർമ്മ 17 പന്തിൽ 34, ട്രാവിസ് ഹെഡ് 10 പന്തിൽ 17. രണ്ടുപേരും ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ടാണ്. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇഷാൻ കിഷനും ഹൈൻറിച്ച് ക്ലാസിനും വന്നു. അതിൽ ഹൈൻറിച്ച് ക്ലാസിന്റെ ഇന്നിംഗ്സ് നോക്കിയാലും അത് കഴിഞ്ഞ് വന്ന അനികേതിന്റെ ഇന്നിംഗ്സ് നോക്കിയാലും എല്ലാം ഒരു സപ്പോർട്ടിംഗ് റോളാണ് ചെയ്തത്. നമ്മുടെ ഹൈൻറിച്ച് ക്ലാസിന് 13 പന്തിൽ 24, അതുപോലെ അനികേത് വർമ്മ 9 പന്തിൽ 26. പിന്നീട് ഇങ്ങോട്ട് നോക്കിയാലും ഇപ്പൊ നിതീഷ് ഫെയിൽ ആയി പോയി. പിന്നീട് അഭിനവ് മനോഹർ 11 പന്തിൽ 12, പാറ്റ് കമിൻസ് 6 പന്തിൽ 13. ഇവരെല്ലാം ഒരു ഇഷാൻ കിഷന് ചുറ്റും ബാറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇഷാൻ ഇന്നിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ 48 പന്തിൽ 94. അതായത് SRHന്റെ ഈ സീസണിലെ ആദ്യത്തെ മത്സരത്തിന് ശേഷം ഇഷാൻ കിഷൻ ആ ഒരു കൺട്രോളോട് കൂടി കളിക്കുന്നത് ഈ മത്സരത്തിലാണ്. ആ ഒരു കൺസിസ്റ്റൻസി ഇടയ്ക്ക് നിലനിർത്താനാവാതെ പോയതാണ് SRHന് തിരിച്ചടിയായത്. എന്നാൽ ഈ മത്സരത്തിൽ എക്സലന്റ് ആയിട്ട് കളിച്ചു. നമ്മൾ ആ ഒരു മിഡിൽ ഫേസ് നോക്കി കഴിഞ്ഞാലും ആ ഒരു എബൌട്ട് 10 റൺ റേറ്റിലാണ് അവർ സ്കോർ ചെയ്തത്. ഇപ്പോൾ 97 റൺസ് ആ ഒരു മിഡിൽ ഫേസിൽ എടുത്തു. 10.77 ആണ് റൺ റേറ്റ്. ഇനി ഒരു ഡെത്ത് ഓവേഴ്സ് വന്നു കഴിഞ്ഞാൽ 63 റൺസ് എടുത്തു. 12.6 ആണ് റൺ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എല്ലാ ഫേസിലും ആ ഒരു മികച്ച സ്കോറിങ്ങോട് കൂടി 231 എന്നൊരു ടോട്ടലിൽ വരുത്തി. ഇനിയിപ്പോൾ RCBയുടെ ബോളിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു, അതായത് ഒരു 20 ദിവസത്തിന് ശേഷമാണ് അവർ ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. ആ ഒരു റെസ്റ്റിനെസ് അവരുടെ ആ ഒരു ബോളിങ്ങിൽ നമുക്ക് കാണാമായിരുന്നു. അതായത് സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു വെൽ റൗണ്ടഡ് അറ്റാക്ക് അല്ല നമ്മൾ കണ്ടത്. ഇപ്പോൾ ലൈനിലായാലും ലെങ്തിലായാലും ഒക്കെ അവർ എറ് ചെയ്തു. അത് മിക്കവാറുള്ള ബോളേഴ്സ് എല്ലാം ചെയ്തു എന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അവർക്ക് നന്നായിട്ട് അടി കിട്ടി. അതായത് നമ്മളിപ്പം ഈ സീസണിൽ ഇവരുടെ അണ്ടർ റേറ്റഡ് പെർഫോമൻസ് ആയിരുന്നു കൃണാൽ പാണ്ഡ്യയും സുയാഷ് ശർമ്മയൊക്കെ. എന്നാൽ സുയാഷ് ഇന്നലെ ആ ഒരു പ്രോപ്പർ ലെങ്ത് കണ്ടെത്താനൊക്കെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ചില ഡ്രാഗ് ഡൗൺ ഉണ്ടായിരുന്നു. അതായത് അടിക്കാനായിട്ട് പറ്റിയ പന്തുകളൊക്കെ സുയാഷ് ശർമ്മ എറിഞ്ഞു. പക്ഷേ ഈ സീസണിൽ അങ്ങനെ സുയാഷ് അതുപോലെ കൺട്രോൾ ഇല്ലാതെ ബോൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോൾ ഇത്രയും ദിവസം നല്ലൊരു മൊമെന്റത്തിൽ വന്നിട്ട് പിന്നെ ഇത്ര ഒരു ബ്രേക്ക് കിട്ടി കഴിയുമ്പോൾ ആ ഒരു ഗ്രൂവിലെത്താൻ ബോളേഴ്സിന് സമയം എടുക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇന്നലെ RCBയുടെ ബോളിംഗിൽ ഉണ്ടായിരുന്നു. ഒരു ലാക്ക് ലെസ്റ്റർ ബോളിംഗ് ആയിരുന്നു.
അത് നമ്മൾ SRH ബാറ്റേഴ്സും മാക്സിമം ക്യാഷ് ഇൻ ചെയ്യുകയും ചെയ്തു, നല്ലൊരു ടോട്ടൽ എത്തുകയും ചെയ്തു. ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും എക്സ്പെൻസീവ് ആണ്. ഇതിൽ ഏറ്റവും കുറവ് എക്സ്പെൻസീവ് ആയതും ഒരു പിക്ക് ഓഫ് ദ ബോളേഴ്സ് എന്ന് പറയാൻ സാധിക്കുന്നത് റൊമാരിയോ ഷെപ്പേർഡ് ആണ്. 2 ഓവറിൽ 14 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് റൊമാരിയോ ഷെപ്പേർഡ് എടുത്തു. കൃണാൽ പാണ്ഡ്യയാണ് പിന്നെ ഇക്കോണമി റേറ്റ് 10 താഴെയുള്ള ഏക ബോളർ എന്ന് പറയുന്നത്. 4 ഓവറിൽ 38 റൺസ് വഴങ്ങി 1 വിക്കറ്റ്. ഇപ്പോൾ സുയാഷ് ശർമ്മ ആയാലും എൻഗിഡി ആയാലും ഭുവനേശ്വർ ആയാലും ഓരോ വിക്കറ്റ് എടുത്തെങ്കിലും അവരെല്ലാം എക്സ്പെൻസീവ് ആയിരുന്നു. അതുപോലെ തന്നെ യഷ്ദയാലിന് വിക്കറ്റ് ഒന്നും കിട്ടിയില്ല, യഷ്ദയാലും എക്സ്പെൻസീവ് ആയിരുന്നു. ഇനി നമ്മൾ RCBയുടെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് മുൻപ് ഇപ്പം അറിയാലോ, ടോട്ടൽ എന്ന് പറയുന്നത് 231 ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ GT നേരിട്ട ഏകദേശം ഒരു സെയിം ടോട്ടൽ തന്നെയാണ് ഇപ്പോൾ RCB നേരിടേണ്ടി വന്നത്. ഇങ്ങനെയുള്ള ഒരു ചേസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ആ ഒരു പ്രോപ്പർ ആസ്കിംഗ് റേറ്റ് പിടിച്ചു പോയാലും 1-2 ക്വയറ്റ് ഓവർ വന്നു കഴിഞ്ഞാൽ ആസ്കിംഗ് റേറ്റ് ഒറ്റയടി 11-12 ഒരു 16, 17, 18 ഒക്കെ വരും. പിന്നെ അത് ക്യാച്ചപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് തന്നെയാണ് ഇത്ര ഒരു ഹൈ ചേസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലത്തെ മത്സരം ഇപ്പോൾ ഒരു സ്കോർ കാർഡ് എടുത്ത് നോക്കുന്ന വ്യക്തിയാണെങ്കിൽ 42 റൺസിന് SRH ജയിച്ചു. അതായത് 232 ബോളിൽ വിജയലക്ഷ്യം ചേസ് ചെയ്ത RCB 189 ഓൾ ഔട്ടായി. ഒരു വൺ സൈഡഡ് മാച്ച് പോലെ തോന്നാം, പക്ഷെ കളി കണ്ടവർക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല. കാരണം 14ാമത്തെ ഓവറിന്റെ അവസാനം വരെ RCB ചേസിലുണ്ടായിരുന്നു എന്നല്ല, ഈ ചേസിൽ മുന്നിലായിരുന്നു. അതായത് പുൾ ഓഫ് ചെയ്യുമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ അവിടെ നിന്നാണ് മത്സരം തിരികെ SRH തിരികെ പിടിച്ചത്. ഇപ്പോൾ നമുക്ക് ഫേസസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഫിൽസോൾഡ് സ്ട്രഗിൾ ചെയ്തു, പക്ഷേ കോഹ്ലി എക്സലന്റ് ആയിട്ടാണ് കളിച്ചത്. അതായത് ആ ഒരു റൺ റേറ്റ് കീപ്പപ്പ് ചെയ്തുകൊണ്ട് തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് വിരാട് കോഹ്ലി കളിച്ചു. ഇപ്പോൾ പവർ പ്ലേയിൽ SRHനേക്കാൾ 1 റൺസ് അധികം എടുക്കാനുമായി വിക്കറ്റ് ഒന്നും RCBക്ക് നഷ്ടമായതുമില്ല. 72 റൺസാണ് സ്കോർ ചെയ്ത്. ഇവിടെ കോഹ്ലി ആയിരുന്നു അഗ്രസർ. ഇവിടെ വിരാട് ഇന്നിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ 25 പന്തിൽ 43 റൺസാണ് വിരാട് കോഹ്ലി എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ മായങ്ക് അഗർവാളാണ് ദേവദത്ത് പടിക്കലിനെ റീപ്ലേസ് ചെയ്തത്. മയങ്കിന് കാര്യമായിട്ടൊന്നും കളിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ രജിത് പട്ടിദാറിനായാലും വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിഞ്ഞില്ല. 16 പന്തിൽ 18. അതുപോലെ തന്നെ ജയ് ശർമ്മ 15 പന്തിൽ 24 ഒരു ചെറിയ കമിയോ റോൾ മാത്രമേ കളിച്ചുള്ളൂ. ഇപ്പോൾ തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്തിരുന്ന ഫിൽസോൾട്ട് പിന്നീട് കത്തി കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഫിൽസോൾട്ട് ഇന്നിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ 32 പന്തിൽ 62 റൺസാണ് ഫിൽസോൾട്ട് എടുത്തത്. നമ്മൾ ഈ ഒരു മിഡിൽ ഫേസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഫേസിൽ 95 റൺസാണ് RCB സ്കോർ ചെയ്തത്. അതും ഓൾമോസ്റ്റ് ഓൺ പാർ വിത്ത് SRH എന്ന് പറയാം. അപ്പോൾ ആ ഒരു മിഡിൽ ഫേസിലും ഇവർ ഈക്വൽ ആയിരുന്നു. എന്നാൽ അതിനുശേഷം ഇവരുടെ ചേസിന്റെ വഴി തെറ്റിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവസാന ഫേസിൽ വെറും 22 റൺസ് മാത്രമേ അവർക്ക് കൂട്ടിച്ചേർക്കാനായുള്ളൂ. 7 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. അതായത് ഈ ഡെത്ത് ഓവേഴ്സ് ആണ് ആ ഒരു വലിയൊരു ഡിഫറൻസ് ഗെയിം ചേഞ്ചിങ് ആയിട്ട് മാറിയതെന്ന് നമുക്ക് പറയാം. ഇവിടെ ഇതിന് തുടക്കമിട്ടത് നിതീഷ് റെഡ്ഡിയാണ്. അതായത് ഇതേവരെയുള്ള എല്ലാ ഓവറുകളിലും അറ്റ്ലീസ്റ്റ് ഒരു ബൗണ്ടറി എങ്കിലും വെച്ചിട്ട് അടിച്ചു വന്ന RCBയെ ആ ഒരു 15ാം ഓവറിൽ ഒരു മികച്ച ഓവർ എറിഞ്ഞ് റെസ്ട്രിക്ട് ചെയ്ത് തുടങ്ങിയത് നിതീഷ് റെഡ്ഡിയാണ്. എങ്കിലും അടുത്ത 5 ഓവർ പിന്നെയും സമയം ഉണ്ടായിരുന്നു ചേസ് ചെയ്യാനായിട്ട്. പക്ഷേ പിന്നെ ഡിഷാൻ മലിംഗ വന്നതോടെ ആ ഓവറിൽ മികച്ച രീതിയിൽ ബോളർ ചെയ്യാനും അതുപോലെ തന്നെ വിക്കറ്റുകൾ വീഴ്ത്താനും ഇഷാൻ മലിംഗയ്ക്കായി. ഇപ്പോൾ രജിത് പട്ടിദാറിന്റെ റൺഔട്ട് അത് ഒരു ഡയറക്റ്റ് ഹിറ്റിലൂടെ നമ്മുടെ ഇഷാൻ മലിംഗ തന്നെയാണ് നേടിയത്. അതുപോലെ റൊമാരിയോ ഷെപ്പേർഡ് എന്ന് പറയുന്നത് എത്രത്തോളം ഡേഞ്ചറസ് ആവാൻ സാധ്യതയുള്ളൊരു ബാറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നേരിട്ട് ആദ്യ പന്തിൽ തന്നെ റൊമാരിയോ ഷെപ്പേർഡിനെ പുറത്താക്കാൻ ഇഷാൻ മലിംഗയ്ക്കായി. അത് കഴിഞ്ഞ് ടിം ഡേവിഡ് വന്നു. ഞാൻ പറഞ്ഞ പോലെ ടിം ഡേവിഡിന് ഒരു ഇഞ്ചുറി ഉള്ളത് കൊണ്ട് തന്നെ ക്വിക്ക് സിംഗിൾസോ ചൂസോ ഒന്നും എടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നമുക്ക് ടിം ഡേവിഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇഞ്ചുറി ആയിരുന്നു, അതുകൊണ്ട് തന്നെ തൻ്റെ ഒരു ബെസ്റ്റിൽ കളിക്കാൻ ടിം ഡേവിഡിന് കഴിഞ്ഞില്ല. പിന്നീട് ആർക്കും അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപേ അവരെല്ലാം പുറത്താവുകയും മത്സരം RCB വലിയൊരു മാർജിനിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു പരാജയം കൊണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നെറ്റ് നല്ലൊരു ഹിറ്റ് കിട്ടി. ഇനി SRHന്റെ ബോളിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിക്ക് ഓഫ് ദ ബോളർ ആയിട്ട് ഞാൻ പറയുന്നത് പാറ്റ് കമിൻസ് ആണ്. 4 ഓവറിൽ 28 റൺസ് വഴങ്ങി 3 വിക്കറ്റ്. ഇപ്പോൾ ഒരു സൈഡിൽ നന്നായിട്ട് റൺസ് വന്നുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഫിൽസോൾട്ട് തൻ്റെ ഒരു ബെസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ പാറ്റ് കമിൻസ് വന്ന് ഫിൽസോൾട്ടിന് വിക്കറ്റ് ഇടുന്നത്. അതൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ആണ്. ആ ഒരു വിക്കറ്റ് കളി തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം. അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ടോപ്പ് നോച്ച് ആയിരുന്നു. എന്താണ് വേണ്ടത്? ബോളിംഗ് ചേഞ്ചസ്, അതായത് സ്പിന്നേഴ്സിനെ കൃത്യസമയത്ത് മാറ്റിയിട്ട് പേസേഴ്സിനെ കൊണ്ടുവരേണ്ട സമയത്ത് പേസേഴ്സിനെ കൊണ്ടുവന്നു. ആ ഒരു ബോളിംഗ് ചേഞ്ച് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ പാറ്റ് കമിൻസ് മാനേജ് ചെയ്തു. അതുപോലെ തന്നെ ഇഷാൻ മലിംഗ ആ ഒരു ഓവറിലെ വിക്കറ്റുകൾ പ്ലസ് ആ ഒരു റൺഔട്ട് 4 ഓവറിൽ 37 റൺസ് വേണമെങ്കിൽ 2 വിക്കറ്റ്. ഇതിൽ ആദ്യത്തെ ഓവറിൽ അടി കിട്ടിയതിന് ശേഷമാണ് ഇഷാൻ മലിംഗ മികച്ച രീതിയിൽ തിരികെ വന്നത്. അതുപോലെ തന്നെ നിതീഷ് റെഡ്ഡി നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു. 2 ഓവറിൽ 13 റൺസ് മാത്രം കൊടുത്ത 1 വിക്കറ്റ്. അതുപോലെ തന്നെ ഉനിത്കട്ട് ആയാലും ഹർഷൽ പട്ടേൽ ആയാലും ഹർഷദ് ബേ എല്ലാം ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും വളരെ നല്ലൊരു ഓൾറൗണ്ട് പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്. ഇനി RCB പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് വറിയിങ് ഫാക്ടർ എന്ന് പറയുന്നത് ടിം ഡേവിഡിന്റെ പരിക്ക് തന്നെയാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അവരെ ഇനിയും ബാധിച്ചേക്കാവുന്നത്. കാരണം ഇതേവരെയുള്ള മത്സരങ്ങളിലെല്ലാം തൻ്റെതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്ലെയറാണ് ടിം ഡേവിഡ്. ഒരു എക്സലന്റ് ഫീൽഡർ കൂടിയാണ്. അപ്പോൾ ടിം ഡേവിഡിന്റെ അഭാവം എന്തായാലും ബാധിച്ചേക്കാം. അത് ഇഞ്ചുറിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും കാത്തിരിക്കാം.
ഇനി ഞാൻ പറഞ്ഞതുപോലെ ആർ സി ബിക്ക് ഒരു ടോപ്പ് 2 ഫിനിഷ് എന്ന് പറയുന്നത് തങ്ങളുടെ കയ്യിൽ മാത്രമുള്ള ഒരു കാര്യമല്ല. പറഞ്ഞ പോലെ GT ഒരു കളി തോക്കണം. ഇനി GT ആ കളി ജയിക്കുവാണെങ്കിൽ പഞ്ചാബ് 2 കളിയും തോക്കണം. ഇനി പഞ്ചാബ് അതിൽ ഒരു കളി ജയിച്ചു, GT ഒരു കളി ജയിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ നെറ്റ് റൺ റേറ്റിലായിരിക്കും കളി. ഇന്നലത്തെ പരാജയം എന്ന് പറയുന്നത് നെറ്റ് റൺ റേറ്റിൽ സാരമായി ബാധിച്ച സ്ഥിതിക്ക് ലക്നൗ സൂപ്പർ ജയൻസിനെ നല്ലൊരു മാർജിനിൽ തോൽപ്പിക്കേണ്ടി വരും. പിന്നെ അവസാന മത്സരം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് ഇഷാൻ കിഷനാണ്. ഒരു എക്സലന്റ് ഇന്നിംഗ്സ് ആയിരുന്നു, വെൽ ഡിസേർവ്ഡ് ആയിരുന്നു. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.